നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡിന് BS3 BS4 ഡിസ്ക് ഇല്ലാത്ത വണ്ടികൾക്ക് സ്റ്റാൻഡേർഡിന് ഡിസ്ക് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ബോട്ടം ട്യൂബ് മാറ്റാതെ ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ എങ്ങനെ ഡിസ്ക് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചത്. ഇതേപോലെ ഡിസ്കിന്റെ ഫ്ലവറും പ്ലേറ്റും ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ്. നോക്കുക, ഇത് ആക്സില് കാര്യങ്ങളൊക്കെ പഴയ ആക്സിലിന് എടുത്തിട്ട് സെറ്റ് ചെയ്യുക. പിന്നെയാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ കൂടെ വരുന്ന ക്ലാമ്പ്. അപ്പോൾ ഈ മഡ്ഗാർഡ് സ്റ്റേ ഇവിടെ ഉണ്ടാവും. ഈ മഡ്ഗാർഡ് സ്റ്റേ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. താഴെയുള്ള സ്റ്റൈ ഫിറ്റ് ചെയ്യാൻ വേറെ ഹോള് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ഇത് കാലിപ്പറിന്റെ ഫിറ്റ് ചെയ്യാനുള്ള ഹോളാണ്. പക്ഷെ ഇവിടെയാണ് മെയിൻ പ്രശ്നങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്. നോക്കുക, ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇവിടെ സ്പേസർ ഇടുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്പേസർ ഇടും. ഈ സ്പേസർ ഇടുന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ടൊരു ബുഷ് കട്ട് ചെയ്ത് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് ആ ഒരു അളവിൽ ബുഷ് കട്ട് ചെയ്ത്, ഒരിക്കലും ഈ ഒരു ബോട്ടം ട്യൂബ് വലിച്ച് ടൈറ്റ് ചെയ്ത്, അതായത് പുറത്തേക്ക് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് ഇവിടെ ആക്സിൽ ടൈറ്റ് ചെയ്ത് ഇടരുത്. ഫോർക്കിന്റെ ഓയിൽ സീൽ പോവും. കാരണം ഒരു സൈഡിലേക്ക് ട്യൂബ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാനും അതേമാതിരി ഫോർക്കിന്റെ ഓയിൽ സീൽ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ നോർമൽ ആയിട്ടുള്ള ഫിറ്റിംഗ്സ് ഒരു മാറ്റം വരുത്തരുത്. വലിച്ചിട്ട് അതായത് ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ആക്കി അങ്ങോട്ട് ഇടുക ഒന്നും ചെയ്യരുത്. നോർമൽ എങ്ങനെയാണ് അങ്ങനെ തന്നെ ഡിസ്കിനത് കയറ്റണം. അതുമാതിരി ഇവിടെ സ്റ്റോപ്പർ വരും, കാണിച്ചു തരാം. ഇതിപ്പോ സ്റ്റോപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. അതാണ് മെയിൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു പിന്നെ പഴയ മോളില് ഡ്രം ബൈക്കിന് വരുന്ന ഒരു പ്ലേറ്റ് സ്റ്റോപ്പർ ഉണ്ട്. ഈ സ്റ്റോപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണിത്. ഇതാണ് സ്റ്റോപ്പർ വരുന്നത് കേട്ടോ. ഈ സ്റ്റോപ്പർ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്ലെയിൻ ആക്കിയിട്ട് കേട്ടോ. അത് ഡിസ്ക് തട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റോട്ടറിന്റെ മുകളിൽ ടച്ചിങ് വരും. അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ദിനേശ, കാണിച്ചെടുക്കാം. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ വീല് കയറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ്. വീല് കയറ്റുന്ന സമയത്ത് ഒരിക്കലും ബോട്ടിനോ വലിച്ച് ടൈറ്റ് ചെയ്തിടരുത് കേട്ടോ. അതാണ് പറയുന്നത്. ഇപ്പൊ കഴിയുന്നത് സ്റ്റാൻഡേർഡ് നമ്മൾ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ടയർ ക്ലാസിക്കിന്റെ ടയർ ഇടാതൊക്കെ നോക്കട്ടോ. കാരണം വലിയൊരു മറ്റേ മഡ്ഗാർഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല. ഈ ടയർ ആകുമ്പോൾ കറക്റ്റ് ആ സ്റ്റാൻഡേർഡിന്റെ ടയറിനാകുമ്പോൾ കറക്റ്റ് ഒരു മഡ്ഗാർഡിനുള്ളിൽ ശരിക്കും വീല് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇത് കിട്ടും. ക്ലാസിക് ആകുമ്പോൾ എന്താ വെച്ചാൽ ചെറിയ ടയറാണ് ഉണ്ടാവുക. അതായത് പ്രൊഫൈല് കുറവായിരിക്കും. കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവില്ല വലിയ ടയർ തന്നെയാണ്. നമ്മൾ ഈ ഒറിജിനൽ കിറ്റിന് വരുന്ന റേറ്റ് പറഞ്ഞാൽ 10 സംതിങ് ആണ് വരുന്നത് കേട്ടോ. ഫുൾ കിറ്റ്, അതായത് ഡിസ്ക്, കാലിപ്പർ അസംബ്ലി, റോട്ടർ, ഫ്ലവർ, പിന്നെ അതേമാതിരി അതിന്റെ ഹബ്ബ്, വീലിന്റെ ഹബ്ബ്, അതിന്റെ സ്പോക്സ് സെറ്റ് അടക്കി 10 വരുന്ന ഒരു സംതിങ് ആണ് വില വരുന്നത്.
പഴയ വില ഉണ്ടായിരുന്നു 8000 സംതിങ്, 8500 ആയിരുന്നു. ഇപ്പം കുറച്ച് 1600 സംതിങ് വില കൂടിയിട്ടുണ്ട്. ഇത് പിന്നെ എക്സ്ട്രാ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വീലിന്റെ സ്പോക്സ് അയച്ചിട്ട് മറ്റേ ഹബ്ബ് അയച്ചതിന് ശേഷം ഈ റിം അതിലേക്ക് കയറ്റണം. അതൊരു എക്സ്ട്രാ ചിലവ് വരും. അതുമാതിരി ഫിറ്റിംഗ് കോസ്റ്റ്, ഫിറ്റിങ്ങിന്റെ ഒരു എക്സ്ട്രാ എക്സ്പെൻസീവ് ആണ് ഇതിലേക്ക് വരിക. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ലെവലായിട്ട് തന്നെ വരണം. ഇത് അങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിടരുത്. ഇതിവിടെ ലെവലായിട്ട് തന്നെ വരണം. ഇവിടെ ഡിസ്കിന് റോട്ടർ തട്ടാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ വലിച്ച് പുറത്തേക്ക് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് കാണാറുണ്ട്. ഫോർക്ക് ഓയിൽസിൽ പെട്ടെന്ന് പോകും. ഇപ്പൊ ഇവിടെയാണ് പറഞ്ഞത് അല്ലേ, ഇവിടെ ഗ്യാപ്പിലേക്ക് വരുന്ന സ്പേസറാണ് കറക്റ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. ഈ സ്പേസർ, ഈ രണ്ട് സ്പേസർ കറക്റ്റ് ആയിട്ട് സ്പേസർ ടൈറ്റ് ചെയ്തിട്ട്, ഇതാണ് ഒരു കോംപ്ലിക്കേഷൻ എന്ന നിലക്ക് ഡിസ്ക് ഫിറ്റ് ചെയ്യാൻ ഇത് റോട്ടർ അതല്ല ഈ ബോട്ടം ട്യൂബ് എല്ലാവരും മാറ്റി ആക്സൽ ടൈപ്പ് ആക്കുന്നത്. അപ്പൊ ഇത് കോംപ്ലിക്കേഷൻ ഉള്ളതൊന്നുമല്ല, കറക്റ്റായിട്ട് രണ്ട് ബുഷ് കട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കയറ്റണം എന്നുള്ളൂ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ റോട്ടർ തട്ടാനും അതേമാതിരി കുറെ വാഷറൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. അയക്കുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടാണ്. അതായത് പ്രോപ്പറായിട്ട് രണ്ട് ബുഷിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. രണ്ട് ബുഷ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കിയായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ബുഷ് റെഡിയാക്കിയിട്ടില്ല. റെഡിയാക്കിയിട്ട് അടുത്ത വീഡിയോയിലും കാണിച്ചു തരാം. ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ ഡിസ്ക് ഫിറ്റ് ചെയ്ത് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ളത്. ഇത് വേറൊന്നും ശ്രദ്ധിക്കാനുള്ളത്, ഇതിങ്ങനെ വെറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ആയിട്ടോ, കുറെ നോക്കാനൊന്നുമില്ല. രണ്ട് ബോൾട്ട് ഇടുക, ടൈറ്റ് ചെയ്യുക, ഡിസ്ക് ഓക്കെ ആയി. വേണ്ടല്ലേ? ബുഷ് കിട്ടിയിട്ടുണ്ട്. ഇതുമാതിരി രണ്ട് ബുഷാണ് വേണ്ടത്. ഒരു സ്പേസർ, അതായത് അവിടെ തട്ടാതെ കാണേണ്ട സ്പേസറായിട്ട് ഇതിൻ്റെ ഇടയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണല്ലേ, ഇത് കുറച്ച് കട്ട് ചെയ്യാണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആ പ്ലേറ്റിൻ്റെ രീതിയിൽ അലൈൻമെൻറ്റ് റെഡിയാക്കി വെക്കുക. ഇങ്ങനത്തെ രണ്ട് സ്പേസർ കിട്ടിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസ്ക് ഫിറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇതിന് വരുന്ന ചിലവ് പറഞ്ഞാൽ 10,150 രൂപ പ്ലസ് ആ സ്പോക്സ് സെറ്റ് ചെയ്യുന്ന പൈസ, പിന്നെ ഓരോ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഏരിയയിൽ ഓരോ ലേബർ കോസ്റ്റ് ആയിരിക്കും. അത് അവരോട് ചോദിച്ച് മനസ്സിലാകും. ബോട്ടം ട്യൂബ് മാറ്റേണ്ട ഒരു കാര്യവും ഡിസ്കിനില്ല. അതിനായിട്ട് അത് മാറ്റി വലിയ ചിലവ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് പിന്നെ എങ്ങനെയാണോ സാധാരണ ഇതിൽ ഡിസ്കിന് അതേ ഒരു പെർഫെക്ഷനും ബ്രേക്കിംഗ് അതേമാതിരി തന്നെ കിട്ടും. യാതൊരു കുറവുണ്ടാവില്ല, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.